വളരെ കൃത്യമായ വിശകലനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതിൽ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അച്യുത മേനോനെ പിണറായി വിജയൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അച്യുത മേനോൻ വളരെ റഫാണ്, ഒരുപാട് ചിരിക്കുന്ന ആളല്ല. പിണറായി വിജയനും റഫാണ്. പിണറായി വിജയൻ അച്യുത മേനോനേക്കാൾ ഒരുപാട് വികസന പ്രവർത്തനം നടത്തി, എന്നിട്ട് എന്തുകൊണ്ട് പിണറായി വിജയനെ ആളുകൾ കുറ്റം പറയുന്നു എന്നൊക്കെ ഒരു ചോദ്യമൊക്കെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിണറായി വിജയൻ അനുകൂലമായും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടൊക്കെ ഒരുപാട് കൂടുതലും സഹാക്കളായിരിക്കും തള്ളിമറിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതിനെ എതിർത്തുകൊണ്ട് കുറേ പേരും തള്ളിമറിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടരും തള്ളിമറിച്ചപ്പോൾ എന്താണ് LDF തോറ്റു പോകുന്നെങ്കിൽ അതിനുള്ള ഒരു കാരണമായി നമുക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഒന്നാം പിണറായി സർക്കാർ പ്രളയവും നിപ്പയും കോവിഡുമൊക്കെ വന്ന് ജനങ്ങളെ സഹായിച്ചു, വലിയ തോതിൽ ജനങ്ങളെ സഹായിച്ചു. ജനങ്ങളെ കൂടെ നിന്ന ഒരു രക്ഷകൻ്റെ റോളിലാണ് പിണറായി വിജയനെ കണ്ടത്. കിറ്റ് കൂടെ കൊടുത്തപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ആളുകളെല്ലാം വോട്ട് ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ വന്നു. ആദ്യത്തേക്കാൾ സീറ്റ് കൂടി, 99 സീറ്റ് പിടിച്ചു. പിന്നെ ഒരു സീറ്റ് പോയി 98 സീറ്റായി. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾക്കെല്ലാം തോറ്റു, അത് വേറെ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തോറ്റു, 98 സീറ്റായി. എന്നാൽ 98 MLA-മാരുമുണ്ട്. അതിൽ നമ്മുടെ ഷംസീറും MM മണിയാശാനും ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാവരും മത്സരിക്കുകയും ചെയ്തു. അതിൽ വീണ ജോർജിനെ പോലെയുള്ള ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കി ആർക്കും ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ MLA-ക്കെതിരായിട്ടുള്ള ഒരു ഇൻകംബൻസ്, ആൻറ്റി MLA ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധം എന്നൊക്കെ പറയുന്ന പോലെ MLA വിരുദ്ധം ഇല്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ തോക്കും? പിണറായി വിജയൻ തോക്കുമെന്ന് പറഞ്ഞാൽ LDF തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചില വിശകലനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയനും മറ്റ് മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു വ്യത്യസ്തമാണെന്ന് കേരള സമൂഹം ചിന്തിച്ചെങ്കിൽ ഒന്നാമത്തെ പോയിന്റ്, CPM പോലുള്ളൊരു പാർട്ടിയെ സമ്പൂർണ്ണമായി പിണറായി വിജയൻ കീഴടക്കി. പാർട്ടി കോൺഗ്രസ്സിലടക്കം, പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലടക്കം പ്രമേയം പാസ്സാക്കിയത്, പ്രമേയം പുറത്തുനിന്ന് എഴുതി കൊണ്ടുവന്ന നവകേരളം എന്നൊക്കെ പറയുന്ന പുറത്തുനിന്ന് എഴുതി കൊണ്ടുവന്ന പ്രമേയമാണ് കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തത്. ഇതിൽ അതീവമായ എതിർപ്പ് പാർട്ടി അംഗങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയെ ഏകഛത്രാധിപതിയായി കൊണ്ടുപോകുന്നു. പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡ് കൂടാറില്ല. ഗ്രാമപഞ്ചായത്ത് പോലും പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. സംസ്ഥാന പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചിട്ടല്ല PM ശ്രീ ആയാലും ഈ പദ്ധതികളായാലും ഏത് പദ്ധതിയും നടപ്പിലാക്കുന്നതിൽ പാർലമെൻ്ററി പാർട്ടി കൂടാറില്ല. പാർട്ടി സെക്രട്ടേറിയറ്റിനോട് കാര്യങ്ങൾ ആലോചിക്കാറില്ല. സംസ്ഥാന കമ്മിറ്റിയോട് മുൻപേ ആലോചിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടിക്കകത്ത് നിന്ന് ശക്തമായ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ട്. CPIയുമായി നല്ല ടേംസിലല്ലാതെ PM ശ്രീ പോലുള്ള ഏത് കാര്യമെടുത്താലും CPI വിശ്വാസത്തിലെടുക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ മുഖ്യമന്ത്രി ഓഫീസ് കൈയിടുന്നതും മുഖ്യമന്ത്രി ഓഫീസിനകത്ത് ഇടപെടുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാരുടെ ഓഫീസും ബന്ധപ്പെട്ടവർക്കും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു തോന്നൽ കേരളത്തിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ജീവൻ രക്ഷാപ്രവർത്തനം, ഇദ്ദേഹത്തിൻ്റെ വാഹനം നവകേരള യാത്ര നടത്തിയപ്പോൾ വാഹനത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു. പക്ഷേ അവരെ DYFIക്കാർ തല്ലിയതുമല്ല പ്രശ്നം, തല്ലിയതോ കേസെടുക്കാത്തതുമല്ല പ്രശ്നം. അത് ന്യായീകരിച്ചുകൊണ്ട് ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഇനി ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല കൊള്ള വലിയൊരു പ്രശ്നമാണ്. PM ശ്രീ മറ്റൊരു പ്രശ്നമാണ്. വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി മറ്റൊരു പ്രശ്നമാണ്. പരനാറി പ്രയോഗവും നികൃഷ്ടജീവി പ്രയോഗവും വർഗവഞ്ചകൻ പ്രയോഗവും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. രക്തസാക്ഷി മണ്ഡപ തട്ടിപ്പ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. സുധാകരനെയും ശൈലജ ടീച്ചറിനെയും ശൈലജ ടീച്ചറിനെയും തോമസ് ഐസക്കിനെയും പോലുള്ളവരെ കൃത്യമായി ഒതുക്കി പാർട്ടിക്കകത്തും മന്ത്രിസഭയിലൊക്കെ ഒതുക്കി പുതിയ മന്ത്രിമാരൊന്നും ആക്കാതെയും ജയിപ്പിക്കാതെയൊക്കെ അല്ലെ മത്സരിപ്പിക്കാതെയൊക്കെ ഇരുന്നതിൽ വലിയ ഒരു എതിർപ്പ് CPMനകത്ത് ശക്തമായി കിടപ്പുണ്ട്. 39 രാജ്യങ്ങളിൽ പിണറായി വിജയൻ പോയി. ഒരു മുഖ്യമന്ത്രിയും ഇത്രമാത്രം രാജ്യങ്ങളിൽ പോയി കാണത്തില്ല. യോഗി ആകുന്നത് 2 രാജ്യത്ത് പോയി അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്നു. ഒരു രാജ്യത്ത് പോയി സ്റ്റാലിൻ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്നു. 39 രാജ്യങ്ങളിൽ പോയി. 25 രാജ്യങ്ങളിൽ പോയതും പണം കൊണ്ടുവരാനെന്നാണ്. ഒരു നക്കാപ്പിച്ച ചില്ലി പൈസ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വിവരാവകാശ രേഖ വഴി പുറത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ 222 കോടി രൂപ കൊടുത്താണ് ഫ്ലെക്സ് വെച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ
VS അച്യുതാനന്ദൻ ഇതുപോലെ ഫ്ലെക്സോ കണ്ട് ആരൊക്കെ വെച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന സഹാക്കളുടെ പേരിൽ ഫ്ലെക്സ് വയ്ക്കുന്നത് പാർട്ടി നയമല്ല, അത് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ സർക്കുലർ താഴേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നുള്ള തോന്നലിൽ കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ചപ്പോൾ അതൊരു ഏകാധിപതിയുടെ ഒരു തോന്നൽ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അച്യുതമേനോനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. അച്യുതമേനോൻ എത്ര സ്ഥാപനം തുടങ്ങി, സെസ്, CWRDM, നാറ്റ്പാക്ക്, TBGRI, KFRI, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങിയ ആളാണ് പിന്നെ കരുണാകരൻ, RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ, നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങിയ എന്തെല്ലാം പ്രോജക്റ്റുകൾ കരുണാകരൻ്റെ കാലത്ത് നടന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി വന്നു, കണ്ണൂർ വിമാനത്താവളം വന്നു, മെട്രോ റെയിൽ വന്നു. അങ്ങനെയുള്ള മെഗാ പ്രോജക്റ്റ് ഏതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയതോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ചേർന്ന് വരുന്ന വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയതോ, അല്ലെങ്കിൽ അതിന് സഹായം അദാനിക്ക് കൊടുത്തതോ, ദേശീയപാത കേന്ദ്രത്തിൻ്റെ ദേശീയപാത പുതുക്കിയതോ, 65% ഔട്ട് ഓഫ് പോക്കറ്റിൽ നിൽക്കുന്ന ആരോഗ്യവകുപ്പിൽ 65% ആളുകളും പിന്നെ സ്വകാര്യ മേഖലയിൽ പോയി ചികിത്സിക്കുന്ന ആരോഗ്യവകുപ്പിനെയും കൂടെ എടുത്തു വെച്ച് അതെല്ലാം സർക്കാരാണെന്ന് പറയുന്നതോ, 20 ലക്ഷം ടൺ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും വാങ്ങുന്ന നമ്മൾ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തിയായെന്നോ, പുറത്തുനിന്ന് 60 മുതൽ 70% കറണ്ട് കുത്തക മുതലാളിമാരിൽ നിന്ന് നല്ല കാശ് കൊടുത്ത് വാങ്ങി കേരളീയർക്ക് കൊടുത്തിട്ട് കറണ്ടില്ലാത്ത സ്വയം പര്യാപ്തിയായെന്നോ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് തരുന്ന റേഷൻ വാങ്ങി കൊടുത്തതിന് ശേഷം ഔദാര്യമല്ല, പക്ഷെ അത് നമ്മുടെ കെയർ ഓഫിൽ അന്നദാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ വളരെ കൃത്യമായ ഇവിടുത്തെ 45 ലക്ഷം വരുന്ന യുവാക്കൾക്ക് വേണ്ടി അതുപോലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പുതിയ ഏത് വ്യവസായമാണ് ഇവിടെ വന്നത്? ഏത് സ്ഥാപനമാണ്? IT കുറേ സ്റ്റാർട്ടപ്പുകൾ വന്നു, അതല്ല, അത് സ്വകാര്യ സംരംഭകരാണ്. അല്ലാതെ സർക്കാർ തുടങ്ങിയ കെൽട്രോൺ പോലുള്ള അതുപോലെ ഏതെങ്കിലും ഒരു വ്യവസായശാല ഈ 10 വർഷത്തിനിടയിൽ പറയാനുണ്ടോ? അതുപോലെ തന്നെ സമരങ്ങളോടുള്ള ആശാ വർക്കർ സമരം പോലുള്ള സമരങ്ങളോടുള്ള ഒരു വിമുഖത, അംഗനവാടിക്കാരെ കാണാത്തത്, പിന്നെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാതെ അവസാനം കൊണ്ടുവച്ച് മാത്രം കൊടുത്തത്, അതിലൊക്കെ വലിയ എതിർപ്പുണ്ട് ജനങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ PSCയെ ഒരുപാട് ലിസ്റ്റുകളെ നോക്കുകുത്തുകളാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള ഈ പിൻവാതിലൂടെ ആളുകളെ കയറ്റുകയും അങ്ങനെ കയറ്റിയവരെ സ്ഥിരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വളരെ വികലമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ. അങ്ങനെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ ഇത്തരം പരാജയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് തോൽക്കുകയാണെങ്കിൽ തോൽക്കുന്നത്. അല്ലാതെ MLA മാരുടെ പ്രവർത്തനമോ കിഫ്ബി വഴി നടന്ന കുറേ വികസന പ്രവർത്തനമൊക്കെ തീർച്ചയായും നാട്ടിൽ നടന്നിട്ടുണ്ട്. കുറേ സ്കൂളുകളും പാലങ്ങളും റോഡുകളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല വികസനം. അതൊക്കെ വികസനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥ വികസനം ആളുകളുടെ കൃഷിയുടെയും അതുപോലെ തന്നെ കൃഷി, വ്യവസായം, തൊഴിൽ, വരുമാനം, ഈ മേഖലയിലുള്ള വികസനമാണ് യഥാർത്ഥ വികസനമെന്നും ആ മേഖലയിൽ ബിഗ് സീറോയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യവും ജനങ്ങൾ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും LDF തോറ്റുപോകും. ഈ അഹങ്കാരവും ഈ ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും ഏകാധിപത്യവും ഒന്നുമല്ല വേണ്ടത്. വികസനത്തിനുമപ്പുറം ജനാധിപത്യവും സ്നേഹവും കാരുണ്യവും കരുണയും മാന്യതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവുമൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ജനത തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് ജനങ്ങൾ തീരുമാനിച്ച് പെട്ടിയിൽ വച്ചിരിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ തോറ്റുപോകും. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറേ വികസനം മതി എന്നാണ് ജനങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ജയിക്കും. നമുക്കിത് കാത്തിരുന്ന് കാണാം. ജനാധിപത്യം ജയിക്കുമോ, വികസനം ജയിക്കുമോ, അതോ ജനാധിപത്യ വികസനമാണ് വേണ്ടതെന്ന് ജനങ്ങൾ പറയുമോ?